എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരിജ, ജിയോ മാതാ കാരുണ്യ ഭവനിൽ നിന്നാണ്. ഇപ്പം ഈ സമയത്ത് ഞാൻ ലൈവ് വരാനെ കൊണ്ട് ഒരു കാരണമുണ്ട്. നമുക്ക് കഴിഞ്ഞ മാസം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വന്ന തിരുവല്ല മേപ്പറയിൽ നിന്ന് എടുത്തെടുത്തുകൊണ്ട് വന്ന അവിടുത്തെ നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ജോർജ് മേഡവും ലല്ലു എന്ന് പറയുന്ന മെമ്പറും കൂടെ ചേർന്ന് നമുക്ക് ഒരു അമ്മയും മോളെയും കൂടെ നമുക്കിവിടെ തന്നായിരുന്നു. അവിടെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വെളുപ്പിൽ രാവിലെ നോക്കുമ്പോൾ വീട്ടിലില്ല, ഓരോ വീടുകളിലും അമ്പലങ്ങളിലും ഒക്കെ ഇങ്ങനെ നടക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ലല്ലു എന്ന് പറയുന്ന മെമ്പർ ഇന്ന പോലെ ഒരു അമ്മയും മോളും ഉണ്ട്, സ്ത്രീകളാണ്, അവരെ രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയി ആ അമ്മയും മോളെയും കൂടെ ഏറ്റെടുത്ത് കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ നമ്മുടെ ലൈവിനകത്ത്, നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്ത് എല്ലാം കിടപ്പുണ്ട്. ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് തീരെ വയ്യായിരുന്നു, ഷുഗർ കൂടി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു, ജഗദമ്മയെന്ന് പറയുന്ന അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇതിൻ്റെ ഈ ബാക്ക് വശത്തോട്ട് മൊത്തം പ്ലാന്റേഷനാണ്. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഏഴംകുളം പ്ലാന്റേഷൻ മുക്ക്, അതായത് ഇളമണ്ണൂർ, കൊടുമണ്ണ് എല്ലായിടത്തും വണ്ടിയിൽ പോയി എല്ലായിടത്തും നമ്മൾ നോക്കി. അമ്മയെ അവിടെ ഒന്നും കാണാനില്ല. ഞങ്ങൾ ആകപ്പാട് മൊത്തം എല്ലാവരോടും, കുറേ ആൾക്കാരോട് വിളിച്ച് തിരക്കി, റോഡ് സൈഡിലുള്ള കടകളിലെല്ലാം വിളിച്ച് തിരക്കി. ഞങ്ങൾ ആകപ്പാട് ഇവിടുത്തെ അമ്മമാരും എല്ലാവരും ഈ സ്ഥാപനം മൊത്തം അരിച്ചു പറക്കി നോക്കി, അമ്മയെ കാണാനില്ല. അവസാനം ക്യാമറ ഇങ്ങനെ നോക്കിയ സമയത്ത് അമ്മ ഈ മതിൽ ചാടി അമ്മ മേളിലത്തെ വീട്ടിൽ പോയി, അവിടെ പോയി ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അന്നേരമാണ് മേലോട്ട് പോയതാ. അത് കണ്ടുകൊണ്ട് മേലോട്ട് അന്വേഷിച്ച് മേളിലോട്ട് പോയ സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ നമ്മുടെ ആ വീട്ടുകാർ, ഇതിൻ്റെ ഈ തൊട്ടടുത്ത് ഈ ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കാൻ പറ്റും. ആ തൊട്ടടുത്ത വീട്ടിൽ അവിടെ അമ്മ കയറി ഇരുന്നിട്ട് വീട്ടിൽ പോകണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ മോളെ വിളിച്ചപ്പോൾ മോള് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഈ അമ്മ അവിടെ പോയി അവിടെ ചെന്നിരുന്നിട്ട് അവർ മേളത്തെ വീട്ടുകാർ നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളെ അറിയിക്കാതെ ഇവിടുത്തെ വാർഡ് മെമ്പറിനെ വിളിച്ച് പറഞ്ഞു. വാർഡ് മെമ്പർ നമ്മുടെ ശാന്തി കെ കുട്ടൻ എന്ന് പറയുന്ന വാർഡ് മെമ്പറിനെ വിളിച്ച് പറഞ്ഞു. വാർഡ് മെമ്പർ അവരുടെ നേതാക്കളെ, എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് നേതാക്കളെ വിളിച്ചു. എല്ലാവരും കൂടെ വീട്ടിൽ വന്നു. അപ്പോഴും നമ്മളോട് പറഞ്ഞില്ല അമ്മ അവിടെ ഉണ്ടെന്ന്, നമ്മളോട് പറഞ്ഞില്ല. നമ്മളിവിടെ എല്ലാം അന്വേഷിച്ച് ഞങ്ങളായിട്ട് അവിടെ പോയി അമ്മയെ കണ്ട്. അവിടെ ചെന്നപ്പോഴത്തേന് അവരെല്ലാം പറയുക, അമ്മയെ ഇവിടെ ഇട്ടേക്കരുത്, അമ്മയെ നിങ്ങൾ പറഞ്ഞു വിടണം, അവരുടെ വീട്ടിൽ പറഞ്ഞു വിടണം. നമുക്ക് ആ അമ്മയെ ഏറ്റെടുത്ത് ഇവിടെ നിർത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നമ്മൾ ആ അമ്മയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അമ്മയുടെ മോളുണ്ട്. അപ്പം ഈ രണ്ടു പേര് സേഫായിട്ട്, സ്ത്രീകളായതുകൊണ്ട് സേഫായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന്, അവിടുത്തെ വാർഡ് മെമ്പർ, ലല്ലു മെമ്പർ, അന്നമ്മ ജോർജ് പ്രസിഡന്റ്, നിരണം പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളോട് പറ്റത്തില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ. എന്നിട്ട് പോലും ഇവരുടെ ഒരു അവസ്ഥ കണ്ട് എനിക്കൊരു സങ്കടം തോന്നി. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്നതാണ്. അപ്പം ഞാനിപ്പോൾ പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഇതൊരു വിഷയം ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് അറിയാലോ, യൂട്യൂബേഴ്സ് ഒത്തിരി വിഷയങ്ങളുണ്ടാക്കി. ഈ അമ്മമാരെ ഒന്നും നമുക്കിതിനകത്ത് പൂട്ടിയിടാൻ പറ്റത്തില്ല. ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്, നമ്മൾ ഒരു സെല്ലിനകത്ത് പൂട്ടിയിട്ടല്ല. നമ്മുടെ വീട്ടിൽ ഒരു അമ്മയുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു അമ്മയ്ക്ക് സുഖമില്ല, ഓർമ്മ പോയി, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അമ്മയ്ക്ക് വീട്ടിൽ പോകണം എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഇറങ്ങി പോവാന്ന് വെച്ചു. അപ്പോൾ ഒരു റൂമിനകത്ത് ഇത് പൂട്ടിയിടാനെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അമ്മമാർക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് എല്ലാവരോടും ചോദിച്ചാൽ അറിയാം, ഞാൻ ഇവർക്ക് എല്ലാവർക്കും സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇറങ്ങി ഇരിക്കാനോ, ചിരിക്കാനോ, കളിക്കാനോ, നടക്കാനോ എല്ലാം ഉള്ള സർവ്വ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ പൂട്ടിയിടാത്തത് കൊണ്ട് അമ്മ ഇതേപോലെ ഇറങ്ങിപ്പോയി. ഒരു വാർഡ് മെമ്പർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചൊന്ന് അന്വേഷിക്കായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചൊന്ന് പറയായിരുന്നുണ്ട്, നിങ്ങളുടെ അമ്മ അവിടെ വന്നിരിക്കുന്നു എന്ന് പറയായിരുന്നു. അത് ക്യാമറയെ കാണിച്ച് കമൻറ്റ് ബോക്സിലൂടെ അമ്മ കയറിപ്പോയത് മതിൽ ചാടിയ, ഇത്രയും വലിയ മതിലാണ്, മതിലിൻ്റെ ആ സൈഡാണ്. എന്നിട്ട് അത് ചാടി അമ്മ പോയത്, അത് ചാടി അങ്ങോട്ടാണ് പോയത്. അപ്പം അമ്മയുടെ മോളാണിത്. മോളോട് എന്തോ അമ്മ പറഞ്ഞു, വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇത് അമ്മയുടെ മോളാണ്. മോളോട് ചോദിച്ചു, മോള് വരുന്നോ, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു വരുന്നില്ലെന്ന് പറഞ്ഞു. ഇതാണ് ആ അമ്മ. ഇത് ഈ അമ്മയാണ്. ഈ മേളി എല്ലാരും കൂടെ പിടിച്ചു നിർത്തിയപ്പം ഈ അമ്മയുടെ വീഡിയോ എടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. വഴി പോലും എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞ ഈ വഴി ഒന്നും എനിക്കറിയത്തില്ല.
സത്യം പറഞ്ഞു. എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. ആരെങ്കിലും അമ്മയെ നോക്കാൻ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അമ്മ അന്നേരം പറഞ്ഞു വിടും. ഇപ്പൊ തന്നെ മെമ്പറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അമ്മയെ ഏറ്റെടുത്തോണ്ട് അവരുടെ ബന്ധക്കാർക്കോ ആർക്കെങ്കിലും നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ അമ്മയെ ഏറ്റെടുത്തോണ്ട് പോകണം. അമ്മയുടെ മോളുണ്ട്. മോള് ഇത്രയും ഈ ഒരു കുഞ്ഞിനെയും വിളിച്ചോണ്ടാ റോഡിൽ കൂടെ ഒക്കെ ആ സമയത്ത് ടൗണിൽ കൂടെയും ഒക്കെ മേപ്ര തിരുവല്ല നിരണ ആ ഭാഗത്തോട്ടൊക്കെ ഈ അമ്മ ഈ മോളെയും പിടിച്ചോണ്ടാണ് നടന്ന് രാത്രി സമയത്ത് പോകുന്നത്. അതുകൊണ്ട് ഇത്രയും ഒരു ചെറുപ്പക്കാരി ആയതുകൊണ്ട് നാളെ ഒരു സമയത്ത് ഈ കുഞ്ഞിനൊരു അബദ്ധം പറ്റരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഒരു സങ്കടം കണ്ടുകൊണ്ട് ഞാൻ ഈ അമ്മയെ കൊണ്ടുവന്ന് ഇവിടെ സംരക്ഷിക്കുന്നത്. ഇവരുടെ വീട്ടുകാരിൽ നിന്നോ നമുക്ക് ഈ നിരണം പഞ്ചായത്തിൽ നിന്നോ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് തന്നിട്ടില്ല. അവരുടെ ഒരു സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തതേ ഉള്ളൂ. നാളെ ഇത് എങ്ങനെ യൂട്യൂബിനകത്ത് വരും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരും, എങ്ങനെ പോസ്റ്റ് വരും എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അന്നേരം ഇവിടെ വാർഡൻ ആരായിരുന്നു? പ്രാർത്ഥനയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഉണ്ടോ പ്രാർത്ഥനയിലുണ്ട്? ജഗദമ്മ പ്രാർത്ഥനയ്ക്കെല്ലാം ഞങ്ങളോടുണ്ടായിരുന്നു. 7 മണി വരെ ഞങ്ങളോട് ജഗദമ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെ കണ്ടില്ല. ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഒരു മിനിറ്റ്, ഇതാണ് തന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം ജഗദമ്മ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാ ദിവസവും അമ്മമാരുടെ പ്രാർത്ഥന, അമ്മമാർ ആഹാരം കഴിക്കുന്നത് എല്ലാ വീഡിയോസും നമ്മൾ എടുത്തു വെക്കുന്നതാണ്. ഞാൻ അമ്മ പോയ വഴി ഒന്ന് കാണിക്കാം. ഞാൻ അതിൽ കമന്റ് ബോക്സ് ഇട്ടേക്കാം. അമ്മ പോയ വഴി ഒന്ന് കാണിക്കാം. ഇതിലേതാണ്ട് അമ്മ നിൽക്കുന്നു. നാണ്ടേ അമ്മ നടന്നു പോകുന്നു. അമ്മ ഇവിടെ വന്നു ഇവിടെ നിന്നിട്ട് ഇതിലേ കയറി അതിലേതുകൊണ്ട് അവിടെ ഇച്ചിരി ഇടിഞ്ഞു കിടന്നിട്ടുണ്ട്. നമ്മുടെ മേളിൽ ഇതുകൊണ്ട് ആ ഷീറ്റൊക്കെ അത്രയും പൊക്കത്തിൽ നമ്മൾ ഷീറ്റ് ഇട്ടേക്കുക. അതിൻ്റെ മണ്ടേ കൂടെ അമ്മ കയറി ആ മേളിലെത്തി ആ വീട്ടിൽ പോയത്. അപ്പോൾ നമ്മളിത് പറയാനെ കൊണ്ട് നിങ്ങൾ പറയും ഒരു അമ്മ ഇറങ്ങിപ്പോയി, നിങ്ങളിത് എന്തിനാ വീഡിയോ എടുത്തിടുന്നതെന്ന് നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇടാൻ കാരണമെന്ന് വെച്ചാൽ നാളെ ഈ വീഡിയോ എങ്ങനെ വരുന്നെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു അമ്മയെ കൊണ്ടുവന്നാൽ നമുക്കിവിടെ സ്റ്റാഫുകളുണ്ട്, നോക്കാൻ സ്റ്റാഫുകളുണ്ട്. പക്ഷേ എപ്പോഴും 24 മണിക്കൂർ ഈ അമ്മമാരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. സ്റ്റാഫുകൾക്ക് സ്ത്രീകളാണ്, അവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവരൊന്ന് ബാത്റൂമിൽ പോകുന്നതോ ഒന്ന് കുളിക്കുന്നതോ ആ സമയത്തായിരിക്കും ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത്. ഇപ്പം ഇത് ഇടാൻ കാരണമെന്ന് വെച്ചാൽ നാളെ ഇനി ഇതിനെ എങ്ങനെ ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ബോധ്യപ്പെടുത്തുക, ജീവമാതാ കാരുണ്യ ഭവൻ രഹസ്യമല്ല, അത് പരസ്യമാണ്. ഞാൻ ഒരുപാട് വിഷമിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ രണ്ടാമത് തിരിച്ച് കയറി വരിക. അപ്പോൾ ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇവിടുത്തെ ഒരു അമ്മയെ കാണാതായി, അല്ലെങ്കിൽ ഒരു അമ്മ ഒരിടത്ത് ചെന്നു കയറി. പക്ഷെ ഒന്ന് വിളിച്ച് ചോദിക്കാം, നിങ്ങളുടെ അവിടെ നിന്ന് ഒരു അമ്മ ഇതേപോലെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ, എന്തുവായിരുന്നു. ഞങ്ങൾ ഈ ഏഴംകുളം ഇവിടുന്ന് പോകുന്ന 4 റൂട്ടും പ്ലാന്റേഷൻ മുക്ക്, കൊടുമണ്ണ് SNITയുടെ അടുത്തൂടെ പാലമുക്ക്, ഇളമണ്ണൂർ, കൊടുമണ്ണ്, ഈ 4 റൂട്ടിലും ഞങ്ങൾ വണ്ടി ഒഴിച്ച് അമ്മയെ തിരഞ്ഞ് ആ സൈഡിലുള്ള കടകളിലും കാണുന്ന ആൾക്കാരോടും എല്ലാവരോടും ഞങ്ങൾ ചോദിച്ചു. അവിടെ ഒന്നും അമ്മ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്ന് ആദ്യം പോയതിന് ശേഷമാണ് തിരിച്ചു വന്നാൽ നമ്മൾ ക്യാമറ നോക്കിയത്. പക്ഷേ ആദ്യമേ അമ്മ അവിടെ കയറി ഇരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു അവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് പോലും അമ്മ പോയില്ല, ആ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ കയറി ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവരും നമ്മളെ വിളിച്ചു പറഞ്ഞില്ല. അവർ വാർഡ് മെമ്പറിനെ വിളിച്ചു പറഞ്ഞു. വാർഡ് മെമ്പർ ബാക്കിയുള്ള അവരുടെ ആൾക്കാരെ മൊത്തം വിളിച്ച് പറഞ്ഞല്ലാതെ നമ്മൾ തിരക്കി കണ്ടുപിടിച്ചതാണ് ഈ അമ്മ അവിടെ ഇരിക്കുന്നതായിട്ട്. ഒരു മനുഷ്യരും നമ്മളോട് പറഞ്ഞില്ല. ഇതാണ് ആ അമ്മ. പ്രാർത്ഥനയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അമ്മ? അമ്മയുടെ അടുത്താണോ ഇരുന്നേ? ഞങ്ങളെല്ലാം കൂടെ അമ്മ കണ്ടോ അവിടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയോ?
ആഹാരം കഴിക്കുമ്പോൾ ചോറ് വെക്കുമ്പോൾ ഞാൻ കണ്ട് അവിടെ നിന്നില്ല അവിടെ ഇരിക്കില്ല അവിടെ നിന്ന് ഞാൻ നോക്കണേ പിന്നെ ഇറങ്ങി പോയത് കണ്ടില്ല ഇറങ്ങി പോയത് ഞാൻ കണ്ടില്ല ഇതിനോട് ഞങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടതാ കണ്ടതാണ് അമ്മയുടെ ഒരു വഴിക്ക് രണ്ടു വഴിക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടു. ഇതിനോട് ചോദിച്ചിട്ട് ഇറങ്ങി ഞാൻ പോവാന്ന് പറഞ്ഞാ പോയെന്ന്. അങ്ങനെ പറഞ്ഞില്ലേ പോ. നിന്നെ വിളിച്ചോ? കൂടെ വരുന്നോന്ന് വിളിച്ചോ? നീ എന്താ പറഞ്ഞേ? വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കും എപ്പോഴും നമ്മൾ ലൈവ് വന്ന് നിങ്ങൾ എന്തിനാ പല ചോദ്യങ്ങൾ ഇതിനകത്ത് ഇപ്പം കമൻറ്റ് വരുമായിരിക്കും, അല്ലാതെ മെസ്സഞ്ചർ വഴി വരും. എന്തിനാ നിങ്ങളിത് ഇങ്ങനെ ഒരു നിസ്സാര ഒരു അമ്മ അങ്ങോട്ട് കയറിപ്പോയതിന് നിങ്ങൾ ഇങ്ങനെ ലൈവ് വന്നതെന്ന് പറഞ്ഞ് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചോടിച്ചോ ഇവിടെ അമ്മമാരെ പൂട്ടിയിട്ടിട്ടില്ല. ഓരോ സാഹചര്യത്തിൽ ഇപ്പം വരുന്ന അമ്മമാരെല്ലാം ഒറ്റപ്പെട്ട് ഒരിടത്ത് താമസിക്കുന്ന അമ്മമാർ പോലീസ് സ്റ്റേഷൻ വഴിയും പഞ്ചായത്തും വഴിയും വരുന്ന അമ്മമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ ഈ പ്രായമായി വരുമ്പോഴത്തേനും അമ്മമാർക്ക് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല, ചിലപ്പോൾ വീട്ടിൽ പോകണമെന്നുള്ള നിർബന്ധമായിരിക്കും. നമുക്കായാലും 10 ദിവസം വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴത്തേനും വീട്ടിൽ പോകണമെന്ന് തോന്നും. അമ്മയെ വീട്ടിൽ സംരക്ഷിക്കാൻ ആരുമില്ല. അത്രയും റിസ്ക് എടുത്ത് എന്തിനാ അമ്മ പോയെന്ന്? അത്രയും റിസ്ക് എടുത്ത് അമ്മ പോയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വീട്ടിൽ പോകണമെന്നാ. വീട്ടിൽ പോയി അവിടെ നിൽക്കണം എന്ന് അമ്മയുടെ ആഗ്രഹം. പക്ഷെ വീട്ടിൽ നോക്കാൻ ആരും ഇല്ലല്ലോ. നിങ്ങൾ പറയുന്ന ഇത്രയും റിസ്ക് എടുത്ത് അമ്മയെ നോക്കുന്ന അമ്മയെ നോക്കാൻ ആരുമില്ല. ആരായാലും അമ്മയെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്നവരോ ഈ ഫേസ്ബുക്കിൽ കാണുന്നവർ, നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ, അതുകൊണ്ട് ഒരു അമ്മയും മോളും ഉണ്ട്, ഏറ്റെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കത്ത് വാങ്ങിച്ചു തരാം. നിങ്ങൾക്ക് ഈ അമ്മയും മോളെയും ഏറ്റെടുക്കാം. എന്ന് വെച്ചാൽ അവർക്ക് വീടോ കൂടോ ഒന്നുമില്ല, ഒരു ഭർത്താവുണ്ട്, ഭർത്താവിനെ നോക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ല പോലീസ് സ്റ്റേഷൻ്റെ കത്ത് മുഖേന നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ജോർജ് മേഡം വന്ന് നേരിട്ടാണ് ഈ അമ്മയെ നമ്മൾ ഏറ്റെടുത്തത്. അമ്മയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല, അവിടെ ചെന്ന് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ അമ്മയുടെ സാഹചര്യം ഈ മോടെ സാഹചര്യമൊക്കെ കണ്ടപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം പറയുന്നത് കേട്ടിട്ട് കൊണ്ടുവന്നതാണ്. അവരുടെ ഒരു സാഹചര്യം കണ്ട് കൊണ്ടുവന്നതാണ്. അപ്പം ക്യാമറ നോക്കാഞ്ഞെന്ന് വെച്ചാൽ വൈകുന്നേരം ഈ പെട്ടെന്ന് നമുക്ക് ഈ ക്യാമറ നോക്കാൻ പറ്റത്തില്ലല്ലോ. ക്യാമറ നോക്കുന്നതിന് സമയമെടുക്കും. ആ സമയം നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന അമ്മ റോഡിൽ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അമ്മ അങ്ങ് ദൂരെ പോത്തില്ലേ. അതുകൊണ്ട് ഒരാൾ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന് ഞങ്ങൾ ബാക്കി 3-4 പേര് 4 റൂട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. എല്ലാവരും കൂടെ ക്യാമറയുടെ ചുറ്റി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ ക്യാമറ നോക്കി, ബാക്കിയുള്ളവർ ഇങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേന് റോഡിൽ കൂടെ അല്ലേ ഈ രാത്രിയല്ലേ റോഡിൽ കൂടെ അല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ 4 വഴിക്ക് ഞങ്ങൾ പോയി കണ്ടു. എന്തായാലും അമ്മ ദൂരോട്ടെങ്ങും പോയില്ല, തൊട്ട് മേലത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു. പട്ടി ഒരിക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അങ്ങനെ പോയി അവിടെ പോയ സമയത്ത് ക്യാമറയെ നമ്മൾ കണ്ട് ക്യാമറ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ അവിടെ പോയെന്നറിഞ്ഞ്. ഇപ്പൊ ഈ മതിൽ ചാടി പോയാലും അമ്മയ്ക്ക് ഈ റോഡിൽ കൂടെ വന്നിട്ട് മെയിൻ റോഡ് വഴി അങ്ങ് പോകാം. മേളി റോഡാ, നമ്മുടെ ഈ മതിലിന്റെ അപ്പുറത്ത് റോഡാ, മേളി വീട്ടിൽ പോകാനുള്ള റോഡാ. അപ്പം ആ മതിലിന്റെ അപ്പുറത്തൂടെ നമുക്ക് പ്ലാന്റേഷൻ മുക്കിലോ കുടുമണ്ണോ ഇളമണ്ണൂരോ എവിടെ വേണമെങ്കിലും പോകാം. അപ്പം അതുകൊണ്ട് പട്ടി ഒര കേട്ടിട്ടാണ് ഞങ്ങൾ മേളിലോട്ട് പോയത്. പോയപ്പോഴത്തേന് അമ്മയെ കണ്ടത്. എന്താ അപ്പം നാളെ ഈ വീഡിയോ വേറെ ആൾക്കാർ ഇതെങ്ങനെയാ വീഡിയോ ആക്കി ഇടുന്നതെന്ന് അറിയത്തില്ല. അതിനു മുന്നേ നമ്മൾ ലൈവിൽ വന്ന് സത്യസന്ധമായ കാര്യങ്ങൾ പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.